എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വാർഡ് മെമ്പർമാർക്ക് ഒരു മാസം ആകെ കിട്ടുന്നത് 8,000 രൂപയാണ്. ഒരു ദിവസത്തേക്ക് നോക്കുമ്പോൾ 250 രൂപ അവർക്ക് കിട്ടണല്ലോ. ഒരു വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ അവർക്ക് തികയോ? പല മെമ്പർമാർക്കും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതുവരെ ഇവരെ കൂലി കൂട്ടണം എന്ന് പറഞ്ഞ് ഒരു തരത്തിലും സമരം ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇവരെ കൂലി വർദ്ധിപ്പിക്കേണ്ടത്? അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മിനിമം ഒരു 20,000 രൂപ വാർഡ് മെമ്പർമാർക്ക് വേണം. പ്രസിഡന്റിന് എന്തായാലും ഒരു 25,000 വേണം. അതാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ ഈ 8,000 രൂപ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും? ഒരു ദിവസം 250 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം നടക്കുക? ഇവർക്കാണെങ്കിൽ ഒരു പെൻഷൻ പോലും കിട്ടുന്നില്ല. ജനങ്ങളായിട്ട് ഏറ്റവും ഇടപെടുന്ന ജനസേവകരാണ് വാർഡ് മെമ്പർമാർ. അപ്പോൾ MLAക്കും MP-മാർക്കും ഒക്കെ അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. ഈ വാർഡ് മെമ്പർമാർക്ക് ഇത്രയും പണിയെടുക്കുന്ന വാർഡ് മെമ്പർമാരുടെ കൂലി കൂട്ടണമെന്ന് എന്തുകൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത്? ഇനി കൂലിയൊന്നും വേണ്ട, ഞങ്ങൾ ജനസേവകരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സാലറി ഒരു വിഷയമല്ല എന്നുള്ളവർ, പിന്നെ ഈ പൈസ വേണ്ടെന്നൊന്നും അവർക്ക് തീരുമാനിച്ചോട്ടെ. അതും പോട്ടെ, ഞങ്ങൾ ഈ 8,000 സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഒരു 5 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ അവർ തയ്യാറായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ കാണുന്ന വാർഡ് മെമ്പർമാർക്ക് അവനവന് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെന്ന് തോന്നുന്ന മെമ്പർമാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഇനി സർക്കാരിന്റെ വിവിധ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, റിട്ടയർഡായ ആളുകൾ വരെ പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്തുമ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ശമ്പളങ്ങൾ പല ആളുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ശനി ഞായർ ഒന്നും നോക്കാതെ ഒരു ജോലി ചെയ്യണ ഒരു വിഭാഗമാണ് വാർഡ് മെമ്പർമാർ. അപ്പോൾ ഇവരുടെ കൂലി കൂട്ടണം, ഇവർക്കൊരു മാന്യമായ ശമ്പളത്തിലേക്ക് എത്തിക്കണം. ഇതാണ് എന്നെ പോലുള്ളൊരു സാധാരണക്കാരന് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും.